ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ടാറ്റ കർവ് എന്ന് പറഞ്ഞ പേര് കുറച്ച് കാലമായിട്ട് വളരെ സുപരിചിതമായിട്ടുള്ളൊരു പേരാണ്. ഇന്ത്യയിൽ വരാൻ പോകുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൂപ്പെ SUV എന്ന പേരിലാണ് ഈ വാഹനം അറിയപ്പെട്ടിരുന്നത്. പിന്നെ 2022 ഈ വാഹനത്തിൻ്റെ ആദ്യത്തെ കോൺസെപ്റ്റ് രൂപം ടാറ്റ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് 2023 ഓട്ടോ എക്സ്പോയിൽ അവർ കാണിച്ചു. പിന്നീട് 2024 സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഭാരത് മൊബിലിറ്റി ഷോയുടെയൊക്കെ ടൈമിൽ ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ പ്രൊഡക്ഷൻ സ്പെക് മോഡലിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും ടാറ്റ കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കുറച്ച് ഇമേജസ് ഒക്കെ അവർ പുറത്തു വിട്ടായിരുന്നു. വണ്ടി ആസ് സച്ച് അൺവെയിൽ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, കാരണം സ്റ്റിൽ ഇതൊരു 90% അടുത്ത പ്രൊഡക്ഷൻ സ്പെക് ആയിരുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഫൈനലി ഇവർ ഈ ഒരു വാഹനത്തിൻ്റെ റെൻഡേഴ്സിന് പകരം ശരിക്കുള്ള ടീസേഴ്സ് പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴിയൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഒരു വീഡിയോ രൂപത്തിലാണ് അവരിപ്പോൾ വണ്ടി കാണിച്ചിരിക്കുന്നത്. പിന്നെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മൊത്തമായിട്ട് അങ്ങോട്ട് എടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല. വളരെ ഡാർക്കായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ശരിക്കും പ്രീ ലോഞ്ചിന് മുമ്പുള്ള ടീസേഴ്സ് എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. പെട്ടെന്ന് കണ്ടാൽ ഏത് വണ്ടിയാണോ നമുക്കിങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല, അത് കാരണം ഡാർക്കാണല്ലോ. പക്ഷേ ഇതൊരു കൂപ്പെ SUV ആയതുകൊണ്ട് തന്നെ അവർ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അത് തന്നെയാണ്. ഈ വണ്ടിയുടെ റിയർ പ്രൊഫൈലാണ് ഇപ്പോൾ അവർ ഏറ്റവും എടുത്ത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. ടാറ്റ.tv എന്ന് പറയുന്ന വെബ്സൈറ്റും അതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും വഴിയാണ് അവരുടെ ഈ പറയുന്ന ഇമേജസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ടീസേഴ്സൊക്കെ തന്നെ അവരിപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം പുറത്തു വരാൻ പോകുന്ന കർവിൻ്റെ ഇലക്ട്രിക് വേർഷൻ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പൊതുവേ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആദ്യം വണ്ടി പെട്രോൾ ഡീസൽ ഫോമിൽ ഇറക്കുന്നു. അതിനുശേഷം പിന്നെ 1-2 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഏകദേശം 6-7 മാസത്തിനുള്ളിലൊക്കെ ചില വണ്ടികളിലൊക്കെ 1 വർഷം വരെയൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ എന്തായാലും ആദ്യം IC വേർഷൻസ് വന്നതിന് ശേഷമായിരിക്കും ഇലക്ട്രിക് വേർഷൻസ് വരുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ അങ്ങനെയല്ല. ടാറ്റയുടെ തന്നെ ചരിത്രത്തിൽ, ഓർ മേ ബി നമ്മുടെ ഒരു അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്ന EVസിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരാൻ പോകുന്ന വണ്ടികളിൽ ഒരു പെട്രോൾ വേർഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് പ്യുവർ വേർഷൻസ് ആയിരിക്കും. പ്യുവർ EV വണ്ടികളാണെങ്കിൽ പിന്നെ ആദ്യം ഇലക്ട്രിക് ആയിട്ട് ഇറക്കാൻ പറ്റുള്ളൂ, കാരണം അതിനൊരു പെട്രോൾ ഡീസൽ പവർഡ് വേർഷൻസ് അവർക്ക് പിന്നെ ഇറക്കാനില്ലല്ലോ. അങ്ങനത്തെ വണ്ടികളൊന്നും നമുക്കിപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ അങ്ങനെ അവൈലബിൾ അല്ല. ഒരു 20-30 ലാക്സിൻ്റെ ഒക്കെ താഴെ നോക്കുകയാണെങ്കിൽ, കാരണം ഓൾറെഡി അതിന് പെട്രോൾ ഡീസൽ ഡെറിവേറ്റീവ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് MG ആണ്. അത് അവർ ആദ്യം ZS-EV ഇറക്കി, അതിനുശേഷമാണ് പിന്നെ ആസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെട്രോൾ പവർഡ് വേർഷൻ ഇറക്കിയത്. പക്ഷേ ടാറ്റ എന്തായാലും ഇപ്പം ഇങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഈ വണ്ടിയുടെ ഒഫീഷ്യൽ പ്രൊഡക്ഷൻ സ്പെക് ഇമേജസും അതുപോലെ ഇഷ്ടംപോലെ ലീക്ഡ് ഇമേജസും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടെസ്റ്റിങ്ങിൻ്റെ സമയത്തുള്ളത്. പിന്നെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ കറക്റ്റ് നെക്സോൺ പോലെ തന്നെ തോന്നുള്ളൂ. എക്സാക്ട്ലി സെയിം സംഭവം തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്മൾ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് നോക്കുകയാണെങ്കിലും അതുപോലെ DRLസിൻ്റെ പ്ലേസ്മെൻറ്റ്, ഡിസൈൻ, എല്ലാ സാധനങ്ങളും നോക്കുകയാണെങ്കിൽ കറക്റ്റ് അത് തന്നെയാണ്. അതിപ്പോൾ ടാറ്റയുടെ ലൈറ്റ് ഇപ്പം ഫ്രണ്ടിലത്തെ മെയിൻ LED ഹെഡ് ലാംപ്സ് അവർ എല്ലാ വണ്ടികളിലും സെയിം തന്നെയാണ് കൊടുക്കുന്നത്. അതിപ്പോൾ ഹാരിയർ ആയാലും സഫാരി ആയാലും നെക്സോൺ ആയാലും ഈവൻ 5 EVയിലാണെങ്കിലും പുതിയ സെയിം ഹെഡ് ലാംപ്സ് അസംബ്ലി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആകെപ്പാടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുന്നു. ഒന്ന് ഗ്രില്ലും പിന്നെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ഒരു പരിധി വരെ ഉണ്ടെന്ന് പറയാം. ബാക്കിയൊക്കെ സെയിം ആണ് ഫ്രണ്ടിൽ. ഇനി സൈഡിൽ നോക്കുന്ന സമയത്താണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു യൂണീക്നെസ് പറയാൻ പറ്റുന്നത്. ബാക്കി ഫ്രണ്ടിൻ്റെ ആ ഒരു പകുതി പോർഷൻ, അല്ലെങ്കിൽ ബാക്കിലത്തെ ഡോർ വരെ നെക്സോണുമായിട്ട് വളരെ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇൻഫാക്ട് നമ്മൾ ഈ വാഹനവും നെക്സോണും അടുത്തടുത്തായിട്ട് സെയിം ഡയമെൻഷൻസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വരെ കറക്റ്റ് അവിടുത്തെ ഡയമെൻഷൻസ് വരെ നെക്സോണിൻ്റെ സെയിം തന്നെയാണ്. ഡോറിൻ്റെ ഡിസൈനും സെയിം തന്നെയാണ്. ORVMസിൻ്റെ ഡിസൈൻ, എല്ലാ സാധനങ്ങളും സെയിം ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പോഴേക്കും നെക്സോണിൽ നമുക്ക് കുറച്ചൊരു കൂപ്പയിലേക്ക് ഇത്തിരി ഫ്ലോട്ടിംഗ് റൂഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ പക്ഷേ മൊത്തമായിട്ട് കൂപ്പേ ഡിസൈൻ തന്നെയാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ നല്ല രീതിയിൽ കർവേച്ചർ അവൈലബിൾ ആണ്. പക്ഷേ ഈ കൂപ്പെ SUVസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സെഡാൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ബൂട്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വണ്ടികളിൽ നമുക്ക് ബാക്കിലത്തെ വിൻഷീൽഡ് അടക്കം എല്ലാം കൂടെ പൊക്കാൻ പറ്റും. അതുകൊണ്ട് പ്രാക്ടിക്കാലിറ്റി വൈസ് കുറച്ചുകൂടെ സാധനങ്ങൾ ലോഡ് ചെയ്യാനൊക്കെ ഇതിൻ്റെ അകത്ത് എളുപ്പമാണ്. പിന്നെ അലോയ്സ് ആണെങ്കിലും 17 to 18 ഇഞ്ചോളം സൈസ് വരുന്ന വീൽസ് അവർ കൊടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ പാനറോമിക് സൺറൂഫാണ്. പൊതുവേ ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുമ്പം ഈ വണ്ടിയുടെ റൈവൽസ് കുറച്ചൊക്കെ സെഡാൻസും കുറച്ചൊക്കെ SUVസും ആയിട്ട് പറയാം. ടാറ്റയ്ക്ക് ഈ ഒരു അബവ് 4 മീറ്റർ കാറ്റഗറിയിൽ പ്രത്യേകിച്ച് വേറെ SUV ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രെറ്റ സെൽട്ടോസ് ഒക്കെ ആയിട്ട് ഇതിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരും. പിന്നെ ഗ്രാൻഡ് വിറ്റാരോ, ഹൈറൈഡർ, ആസ്റ്റർ, അങ്ങനെ കുറേ വണ്ടികളുടെ സെഗ്മെൻറ്റിലുണ്ട്. അതൊക്കെ മിക്ക വണ്ടികളും പാനറോമിക് സൺറൂഫ് ഉള്ള വണ്ടികളാണ്. ഈ വണ്ടിയിലും അതുകൊണ്ട് തന്നെ ടാറ്റ പാനറോമിക് സൺറൂഫ് വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്കൊരു ആഡഡ് പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർ അത് വെച്ച് പൊച്ചിച്ചാനെ. ഇതിപ്പം പാനറോമിക് സൺറൂഫ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു യൂണീക്നെസ് കാണാൻ പറ്റും. കാരണം ബാക്കി ഇപ്പോൾ ടാറ്റയുടെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ റിയർ പ്രൊഫൈലിൽ നമുക്ക് സിമിലാരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വാഹനം കൂപ്പയിൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മൊത്തത്തിലുള്ള വളരെ സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലാംപ്സിൻ്റെ രൂപകൽപ്പനയാണ് അവർ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് ആണല്ലോ, അതുകൊണ്ട് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഈ വാഹനത്തിൻ്റെ ഒരു ടെയിൽ ലാംപ്സിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള രൂപകൽപ്പനയാണ്. പിന്നെ താഴേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മെയിൻ ബാക്കി ലൈറ്റ്സ് ഒക്കെ കാണാം. എന്ന് വെച്ചാൽ റിവേഴ്സ് ലൈറ്റ്, റിഫ്ലക്റ്റേഴ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താഴത്തായിട്ട് ബമ്പറിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ.
പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ മിക്ക ആൾക്കാരും SUVs എടുക്കാനുള്ള റീസൺ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് 200 mm അല്ലെങ്കിൽ മുകളിലോ അതിനടുത്തൊക്കെ ആയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ എത്രയൊക്കെ വൃത്തിയായിട്ട് റോഡുകൾ വന്നാലും, അല്ലെങ്കിൽ ഇപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് കേരളത്തിൽ വെള്ളപ്പൊക്കമൊക്കെ വരാറുണ്ട്. ഒരുപാട് വെള്ളം മുങ്ങിയ സ്ഥലത്തൊക്കെ SUVs ആണെങ്കിൽ ഇത്തിരിയും കൂടെ ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് സെഡാൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. വലിയ വലിയ വെള്ളക്കെട്ടി കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ചൊക്കെ വെള്ളം മുങ്ങിയിരിക്കുന്ന സ്ഥലത്ത് SUV ആണ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സെഡാനിൽ പറ്റില്ല. അതൊക്കെ ഈ വണ്ടിയിൽ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയായാലും നെക്സോണിൻ്റെ ഒക്കെ അടുത്തില്ലെങ്കിലും 200 mm അടുത്ത് എന്തായാലും ഉണ്ട്. നെക്സോൺ 208 mm ഉണ്ട്. അത്രയൊക്കെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ ഒരു രൂപകൽപ്പന ഏകദേശം സെഡാൻ പോലെയാണല്ലോ. അപ്പോൾ എന്നാലും 200 mm അടുത്തുണ്ടെങ്കിൽ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയി. അതുകൊണ്ട് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റ് നമുക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നം വരുന്നില്ല. പക്ഷേ എന്നാൽ ഡിസൈൻ വൈസ് അത്യാവശ്യം എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം സെഡാൻ്റെ ഒക്കെ ഒരു ഡ്രൈവിംഗ് ഫീലും കുറച്ചൊക്കെ ലോസ്ലങ് ആയിട്ടുള്ള ഒരു നേച്ചർ, അതായത് സീറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ SUV പോലെ അത്രയും പൊങ്ങിയിരിക്കണമെന്നില്ല, ഇത്തിരി താഴ്ന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറേ ലീക്ക് ഇമേജ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മിക്ക ലീക്സിലും മെയിനായിട്ട് കാണാൻ പറ്റുന്ന നെക്സോണിൻ്റെ ഇൻറ്റീരിയർ ആണ് സംഭവം. ഈ വണ്ടി ബേസിക്കലി നെക്സോണിൻ്റെ X1 പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ച് എക്സ്റ്റൻഡഡ് വേർഷനിൽ ബേസ് ചെയ്ത് വരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർ കോമൺ പാർട്സ് ഉപയോഗിക്കുന്നതെല്ലാം നെക്സോണിൻ്റെ ആയിരിക്കും. ഇൻറ്റീരിയറും സെയിം നെക്സോൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറേ പാറ്റേൺസും ഡിസൈനും ഒക്കെ സെയിം ആണ്. പക്ഷേ ഫീച്ചേഴ്സ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. കാരണം നമുക്കിത് നെക്സോണിൻ്റെ അകത്ത് നോർമൽ പെട്രോൾ ഡീസൽ വേരിയൻസിൽ ഒരു 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുക്കുന്നുള്ളൂ. പക്ഷേ അതേസമയം EV-യിലേക്ക് വരുമ്പോഴേക്കും 12.3 ഇഞ്ച് ഉണ്ട്. കർവിലും 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു ഡ്യുവൽ സോൺ AC ഒക്കെ ടോപ്പ് വേരിയൻസിൽ കൊടുത്തേക്കാം. അതുപോലെ അഡ്വാൻസ് ടയർ റെസിസ്റ്റൻസ് സിസ്റ്റം സഫാരിയിലും ഹാരിയറിലും ഒക്കെ വരുന്ന പോലെ ഇതിൻ്റെ അകത്തും കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ എന്തായാലും 10.25 ഇഞ്ച് തന്നെ ആയിരിക്കും. ഇതൊന്നും അല്ലാണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, അതുപോലെ ബാക്കി നമുക്ക് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എന്തായാലും ടാറ്റ കൊടുക്കും. ഈവൻ ഈ വാഹനത്തിൽ ടാറ്റയുടെ റേഞ്ചിൽ തന്നെ ആദ്യമായിട്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരാൻ പോകുന്ന വണ്ടിയായിട്ടും പറയുന്നുണ്ട്. ഇടയ്ക്ക് അവർ ചെയ്തൊരു പേറ്റന്റിൻ്റെ അകത്ത് ഈ വണ്ടിയിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം പ്രൊഡക്ഷൻ സ്പെക്ക് ആകുമ്പോഴേക്കും അവരത് കൊടുക്കുകയോ ഇല്ലയോ എന്ന്. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഒരു ഇതിൻ്റെ ഇലക്ട്രിക് ഇറക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. കാരണം ഇലക്ട്രിക് എന്ന് പറയുമ്പം ടാറ്റ മിക്ക വണ്ടിയിലും ഡിഫറൻറ്റ് ബാറ്ററി കൺഫിഗറേഷനാണ് ഉപയോഗിക്കാറുള്ളത്. മാക്സിമം വരുന്ന നെക്സോണിൻ്റെ 40 kWh ബാറ്ററി പാക്കാണ്. ഈ വണ്ടിയിൽ ചിലപ്പോൾ എൻട്രി ലെവലായിട്ട് ഒരു 40 kWhലായിരിക്കും തുടങ്ങുന്നത്. 40 hour അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും. അതാ ഞാൻ പറഞ്ഞ ഒരു മിക്ക വണ്ടിയിലും ഡിഫറൻറ്റ് ബാറ്ററി കൺഫിഗറേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടിയാഗോ EV-യിൽ 24 kWh ബാറ്ററി പാക്ക് ഉണ്ട്. പഞ്ച് EV-യുടെ സ്റ്റാർട്ടിംഗ് മോഡലിൽ 25 kWh ബാറ്ററി പാക്ക് ഉണ്ട്. അതുപോലെ നമ്മുടെ ടിഗോർ EV-യിൽ 26 kWh ബാറ്ററി പാക്ക് ഉണ്ട്. ഇതൊക്കെ ഒരെണ്ണം കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ അവർ അതിന് വരും ഡിഫറൻ്റ് ആയിട്ടുള്ള ബാറ്ററി കൺഫിഗറേഷനാണ് പോകുന്നത്. ഈ വണ്ടിയുടെ ചിലപ്പോൾ എൻട്രി ലെവൽ ഒരു 37 or 38 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മാക്സിമം കപ്പാസിറ്റി 45 to 50 kWh അടുത്ത് വരാനും ചാൻസ് ഉണ്ട്. എന്തായാലും നെക്സോൺ EV-യേക്കാൾ വലിയ ബാറ്ററി പാക്ക് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ റേഞ്ചും പ്രതീക്ഷിക്കാം. പവർ പിന്നെ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു ഇഷ്യൂ ഒരിക്കലും ആയിരുന്നില്ല. അതുകൊണ്ട് ഇതിന് 8 to 9 സെക്കൻഡ്സിനടുത്തൊക്കെ 0 to 100 ടൈമിംഗ് നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം. ഇനി പെട്രോൾ എഞ്ചിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ടാറ്റ 2023-ൽ കാണിച്ച ഒരു 1.2 ലിറ്റർ ടർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ, അതായത് TGDI ടെക്നോളജിയോട് കൂടി വരുന്നൊരു എഞ്ചിൻ ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് വരേണ്ട എഞ്ചിൻ. ഇനിയിപ്പോൾ അത് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇലക്ട്രിക്കിന് ശേഷം ഒരു പെട്രോൾ ഇറക്കുമ്പോൾ നമുക്ക് കാണാം. ആ എഞ്ചിൻ വരികയാണെങ്കിൽ നല്ലതാണ്. 125 PS പവറും 225 Nm ടോർക്കും ഒക്കെ ഉണ്ട്. ഇതിന് പുറമെ നെക്സോണിലുള്ള സെയിം 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ 115 PS പവറും അതുപോലെ 260 Nm ടോർക്കുമാണ് വരുന്നത്. അതും ഇതിൻ്റെ അകത്തുണ്ടാവും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ കർവിനെ പറ്റി അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.